ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഇസ് നിയാസ്. അപ്പോൾ നമ്മൾ നിഫ്റ്റി അനാലിസിസിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ പറഞ്ഞ് നിർത്തിയതിൽ നിന്ന് ബാക്കിയായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു നിഫ്റ്റി പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് വേണമെങ്കിലും പറയാം. തിങ്കളാഴ്ചത്തെ ഒരു നിഫ്റ്റിയുടെ വ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയതിൽ നിന്നാണ് തുടങ്ങുക. സോ ഇതുവരെ നിഫ്റ്റി അനാലിസിസ് അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവർ ഇനിയും അങ്ങോട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളിതൊരു റെഗുലർ പ്രോഗ്രാം ആക്കി എടുക്കാനുള്ള താല്പര്യമുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇന്നലെ ഇവിടെയായിരുന്നു നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സിൽ ആരാണോ ഈ ഒരു ബോക്സിൽ ഒരു ബുൾ ആൻഡ് ബിയർ ഫൈറ്റ് നടക്കുന്നുണ്ട്, അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുമെന്നുള്ളത്. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു ബോക്സ് സക്സസ്ഫുള്ളി ബ്രേക്ക് ചെയ്തിട്ടുള്ളത് സെല്ലേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ബിയേഴ്സ് ആയിരുന്നു. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് ആ ലിക്വിഡിറ്റി സോണിലേക്ക് വന്നിട്ട് ഏകദേശം 177 പോയിന്റിൻ്റെ ഡൗൺ മൂവ്മെൻറ്റ് ഇന്ന് ഇൻട്രാഡേയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശേഷം വീണ്ടും ഇതേ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഇതൊരു ഫൈറ്റിംഗ് ഏരിയയാണ്. ഇവിടുന്ന് ആരാണോ വിൻ ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് നല്ലൊരു എന്താ പറയുക മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബിയേഴ്സ് ആണ് വിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിക്വിഡിറ്റി ഇത് സ്വീപ്പ് ചെയ്യും. നമുക്ക് അങ്ങോട്ടേക്ക് വരക്കാം. അതായത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. 23,278 എന്ന് പറയുന്ന അവിടുത്തെ ലിക്വിഡിറ്റി ഇവിടുന്ന് സ്വീപ്പ് ചെയ്യാനുള്ള ലക്ഷ്യമായിരിക്കും ബിയേഴ്സിന് ഉണ്ടാവുക. ഇനി അതല്ല ഇവിടെ ബുൾസ് ആണ് വിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയേഴ്സ് ആണ് വിൻ ചെയ്തിരുന്നത്. അതിൽ പുട്ട് ഓപ്ഷൻ എടുത്ത ആളുകൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഇനി തിങ്കളാഴ്ച നമ്മൾ നോക്കേണ്ടത് ബുൾസ് വീണ്ടും നല്ല രീതിയിൽ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 23,495 എന്ന് പറയുമ്പോൾ 23,500 എന്ന് പറയുന്ന നല്ലൊരു ലെവലിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 23,500 എന്ന് പറയുന്നിടത്ത് അത്യാവശ്യം നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് കോൾ സൈഡിൽ. ഓക്കെ, പുട്ട് സൈഡിലാണെങ്കിലും അത്യാവശ്യം നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. സോ അവിടെ നല്ല രീതിയിലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇൻട്രാഡേ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇൻട്രാഡേയിൽ വിൻ ചെയ്തിട്ടുള്ളത് ബിയേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ബിയേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബുൾസ് വീണ്ടും ഇങ്ങോട്ടേക്ക് മാർക്കറ്റിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയകരമാകുമോ എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച കണ്ടറിയാം. പക്ഷേ വെയിറ്റേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ബിയേഴ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയൊരു ലിക്വിഡിറ്റി തന്നെയാണത്. സോ അത് സ്വീപ്പ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് മേലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ അതാണ് നിഫ്റ്റിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്ക് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. വീണ്ടും ആ ബോക്സിലേക്ക് തന്നെ ടച്ച് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ബുൾസ്, അതായത് കോൾ ഓപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് എന്താ പറയുക ഇതിലൊക്കെ സ്വിംഗ് ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് ബുള്ളിഷ് സെൻറ്റിമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ മേലെ നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടണം. അതായത് ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ ക്ലോസ് മേലെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു ഷോർട്ട് ടൈമിലേക്കെങ്കിലും 23,400, 24,400, 24,500 എന്നൊക്കെ പറഞ്ഞ ലെവലിലേക്ക് ഇനി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബിയറിഷ് പവർ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ബിയേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫിബൊനാച്ചിയുടെ ലെവൽസ് നോക്കുമ്പോഴും ഓപ്ഷൻ ചാർട്ട്, അതായത് ഓപ്ഷൻ സ്ട്രൈക്ക് ചാർട്ട് നോക്കുമ്പോഴും നമുക്കിത് ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. സോ ഇനി സമയം കളയാതെ നമുക്ക് ഓപ്ഷൻ ചാർട്ടിലേക്ക് പോകാം. നമുക്കറിയാം നിഫ്റ്റിയിലേതെന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ സ്ട്രൈക്കുകളുടെ ചാർട്ടും. ഇപ്പോൾ ഒരുപാട് സ്ട്രൈക്കുകൾ നമുക്കുണ്ട് ഓപ്ഷനിൽ. കോൾ ഓപ്ഷൻ ചാർട്ട് ഉണ്ട്, പുട്ട് ഓപ്ഷൻ ചാർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ചാർട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. ഒരുപാട് പേർക്ക് എങ്ങനെയാണ് ഓപ്ഷൻ ചാർട്ട് അനലൈസ് ചെയ്യൽ, അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണോ അത് അനലൈസ് ചെയ്യൽ എന്നൊന്നും ആർക്കും അറിയില്ല. സോ അത്തരം ആളുകൾ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് വ്യൂ ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിനെ പറയുന്നത് തന്നെ മദർ ഓഫ് ചാർട്ട്സ് എന്നുള്ളതാണ്. ലോകത്ത്, അതായത് ഓവറോൾ ദ വേൾഡ് ഈസ് ഫോളോയിങ് ട്രേഡിംഗ് വ്യൂ. അതായത് ലോകത്ത് എവിടേക്ക് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവരെല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക യുണീക്ക് പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. സോ ട്രേഡിംഗ് വ്യൂ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ പ്രീമിയം മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ബിഗിനർ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെക്കേഷൻ സമയത്ത്. ഓൺലൈനാണ് നമ്മൾ വിചാരിക്കുന്നത്.
ഓൺലൈനായിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ചെറിയ പൈസയെ നമ്മൾ ഈടാക്കുന്നുള്ളൂ. ഇവിടെ മാർക്കറ്റിൽ ഓൾറെഡി 10ഉം 50ഉം 1000 ഒക്കെ വാങ്ങിയിട്ടാണ് 50,000 ഒക്കെ ഫീസ് വാങ്ങിയിട്ടാണ് ഇത്തരം കോഴ്സുകൾ വിൽക്കുന്നത്. സോ അതൊന്നുമല്ല നമ്മളുടെ ഇൻറ്റൻഷൻ. നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആളുകൾക്ക് ട്രേഡിംഗ് വ്യൂ പഠിക്കാനുള്ള ഒരു എന്താ പറയുക, ട്രേഡിംഗ് അല്ല, ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഒരുപാട് ചാർട്ടുകൾ, ഇപ്പം ഗ്ലോബൽ ചാർട്ടുകളാണെങ്കിലും അമേരിക്കൻ സ്റ്റോക്കുകളാണെങ്കിലും UK സ്റ്റോക്കുകളാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് US ഓയിൽ, ബിറ്റ് കോയിൻസ്, ഫോറക്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചാർട്ട് നമുക്ക് ഇതേപോലെ പല എന്താ പറയുക നല്ല നല്ല ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. സോ അത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ബാങ്കിങ് ഫേംസ് ആണെങ്കിലും ഒക്കെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഓൺലൈൻ ഗൂഗിൾ മീറ്റിലുള്ള ഒരു ലെക്ചറിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു സാധ്യത നമ്മൾക്ക് ഇപ്പോഴും ഓപ്പൺ തന്നെയാണ്. സോ 23,278 എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് ബിയേഴ്സിന് എയിം ചെയ്യാവുന്നതാണ്. സോ ഇനി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ചെയിനിൽ നമുക്കറിയാം, ഓപ്ഷൻ ചെയിനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് 23,600 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു സ്ട്രൈക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു സ്ട്രൈക്കിൻ്റെ വ്യൂ നമുക്കിവിടെ നോക്കാം. ആ സ്ട്രൈക്കിൻ്റെ വ്യൂ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്നലെ ഒരു ഓപ്ഷൻ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ അടുത്ത നിഫ്റ്റിയുടെ ഓപ്ഷൻ എക്സ്പയറി എന്ന് പറയുന്നത് April 3 അപ്പോൾ April 3 ഓപ്ഷൻ എക്സ്പയറി ചാർട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ചാർട്ട് എടുത്ത് നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ, അതായത് 9:15 ക്യാൻഡിൽ തന്നെ നമുക്ക് മനസ്സിലായി കോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ ആക്റ്റീവ് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സെല്ലേഴ്സ് ഭയങ്കര വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഓൾസോ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ബയേഴ്സിനെയും ടേക്കൺ ഔട്ട് ചെയ്തിട്ടാണ്, അതായത് 21 മില്യൺ ഓപ്ഷൻ ബയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, കോൾ ഓപ്ഷൻ ബയേഴ്സ്. സോ അവരൊറ്റയടിക്ക് ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അവരെങ്ങനെയായാലും എന്ത് ചെയ്യും, പാനിക്കായിട്ട് അവർ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ അവർ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് വരുന്നത്. സോ ഇവിടുന്ന് 183 രൂപയ്ക്ക് വാങ്ങിച്ച ഒരാൾ എന്ത് ചെയ്യും, ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് പവർഫുൾ എന്ന് കണ്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടാവും ഓപ്ഷൻ ബയേഴ്സ്. നമുക്കറിയാം ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓപ്ഷൻ ബൈയിങ് പൊസിഷൻസ് അവർ എടുക്കാറുണ്ട് എന്നുള്ളത്. സോ അത്തരം ഏരിയകളിലേക്ക് വീണ്ടും എത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, സെല്ലേഴ്സ് പവർഫുൾ ആയതുകൊണ്ട് വീണ്ടും മാർക്കറ്റ് താഴെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ കോസ്റ്റ് പ്രൈസിലെങ്കിലും എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുകൊണ്ടാണ് ഈ റീടെസ്റ്റിൽ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് വീഴുന്നത്. സോ ഈ റീടെസ്റ്റ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഓപ്ഷൻ ബൈൻ്റെ കേസിലാണെങ്കിലും സെല്ലിൻ്റെ കേസിലാണെങ്കിലും റീടെസ്റ്റിംഗ് ഏരിയാസിൽ നിന്ന് നമുക്ക് സേഫ് ആയിട്ട് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടുന്ന് സെല്ലേഴ്സ് പവർ കാണിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ചാർട്ടിൽ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സെല്ലേഴ്സിനാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷറിനാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബൈ ദിസ് ടൈം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം, മാർക്കറ്റിൽ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. അവരുടെ കയ്യിലാണ് ക്യാപിറ്റൽ വളരെയധികം കൂടുതലുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആയിരിക്കും ഓപ്ഷൻ സെല്ലേഴ്സ് എപ്പോഴും. അപ്പോൾ അവരുടെ എന്താ പറയുക വ്യൂസിനനുസരിച്ചാണ്, അവരാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അവരെന്താണോ ചെയ്യുന്നത് അവരുടെ കൂടെ കൂടുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലൂ വെയിൽസ് എന്നാണ്, അല്ലെങ്കിൽ ഷാർക്സ് ആൻഡ് വെയിൽസ് ഒക്കെ എന്നൊക്കെയാണ്, തിമിംഗലം, സ്രാവുകൾ എന്നൊക്കെയാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. റീറ്റെയിലേഴ്സ് പരൽമീനുകളാണ്. സോ അവരെ കൂടെ പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു മാർഗം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കണമെങ്കിൽ. സോ അവരെന്താണ് ചെയ്തത്, അവരിന്ന് രാവിലെ 9:30 കോൾ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കോൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മളിനിപ്പോൾ സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കോൾ സെല്ല് ചെയ്യുക. ഇനി ഓപ്ഷൻ ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവരെന്താണോ ചെയ്തത് കോൾ സെല്ല് ചെയ്യുക. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ബിയറിഷ് ആവും ഇന്ന് ഇൻട്രാഡേയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ അതേ സ്ട്രൈക്കിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു OTM സ്ട്രൈക്കിലോ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാവുന്നതാണെന്നുള്ളതാണ്. സോ 23,600 നമ്മൾ പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നമുക്ക് 9:15 തന്നെ ഒരു ക്യാൻഡിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി കൂടി എടുത്തതിന് ശേഷമാണ് ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത് അണ്ടിൽ ദി സെല്ലേഴ്സ് ലിക്വിഡിറ്റി. അതായത് ഏകദേശം ഒരു 3 hours നമുക്കൊരു 78% മൂവ്മെൻ്റ് ആണ് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നമ്മൾ 5 minute ചാർട്ടിൽ പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. 9:15 ആണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്ത്. അവിടെ നിന്ന് നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ട്രേഡൊക്കെ സ്കാൽപ്പൊക്കെ ചെയ്യുന്നവർക്ക് ഒരു 46% അപ്പോൾ തന്നെ അപ്സൈഡ് കിട്ടി. പിന്നീട് വീണ്ടും അതേ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ ഇൻട്രാഡേ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിലേക്ക് ആ ബോക്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു സെൽ ഓപ്ഷൻ ഇങ്ങനെ 5 minute നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇൻ കേസ് ഈ സെല്ലേഴ്സ്, അതായത് പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ഇവിടെ വിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ചെറിയ രീതിയിലൊന്ന് മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നിഫ്റ്റി ചാർട്ടും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസും കൂടി ഒരുമിച്ച് നോക്കിയിട്ടാണ് നമ്മൾ അതിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ ലിക്വിഡിറ്റി നോക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ
ഓപ്ഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ട്രേഡ്സ് എടുക്കാവുന്നതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ട്രൈക്കിൽ സെല്ലേഴ്സ് ആണ് ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചെറിയ സ്കാൽപ്പിംഗ് മെത്തേഡും നമുക്കിതിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി നമുക്കറിയാം. ഇത് ഇന്ന് നടന്ന അതേപോലത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നടന്നത്, കണ്ടല്ലേ? നമുക്കറിയാം ഇവിടുന്നും ഇതേപോലെ ബിയറിഷ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയതാണ്. അതായത് ബയേഴ്സിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് സെല്ലേഴ്സ് ഇവിടെ നല്ലൊരു പ്രഷർ എടുത്ത് വീണ്ടും മാർക്കറ്റ് താഴെ പോയി. ആ മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു ബൗൺസ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് എവിടെ നിന്നാണ് വന്നത്? അത് ഈ ലിക്വിഡിറ്റി ഏരിയ എന്നാണ്. ഈ ലിക്വിഡിറ്റി ഏരിയ ടച്ച് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു ബൗൺസ് കിട്ടി, ഏകദേശം 58% ബൗൺസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൗൺസ് വരുന്നത്? കാരണം ഇവിടെ ഓപ്ഷൻ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. അവർ സെല്ല് ചെയ്തിട്ടുള്ള ഓപ്ഷൻ സെല്ലേഴ്സ് എവിടെ നിന്നാണ് അത് ബൈബാക്ക് ചെയ്യുക? കാരണം സെല്ല് ചെയ്തിട്ട് അവർക്ക് തിരിച്ചത് വാങ്ങിക്കണമല്ലോ. അവർ വാങ്ങിക്കുക അടുത്ത ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു ബൈ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ സെല്ലേഴ്സ് എയിം ചെയ്യുന്ന ബൈയിങ് സ്പോട്ടിൽ നിന്ന് അവർക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള സ്കാൽപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഒരൊറ്റ ടൂൾ മാത്രം മതി, ലിക്വിഡിറ്റി ലെൻസ് എന്നുള്ള ടൂൾ മാത്രം നിങ്ങൾക്ക് മതി. ഫോറക്സ് ആണെങ്കിലും അതുപോലെ ബിറ്റ് കോയിൻ ആണെങ്കിലും US സ്റ്റോക്ക് ആണെങ്കിലും ലോകത്തുള്ള ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് ആണെങ്കിലും ഓപ്ഷൻ സ്റ്റോക്കുകളാണെങ്കിലും നമ്മൾ അതിൽ ലിക്വിഡിറ്റി കാണിച്ച് തന്നിരിക്കും എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂളാണ് നൈസ് ട്രേഡ് SMC ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക SMC തിയറികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതൊക്കെ നമ്മളുടെ ഒരു പ്ലേലിസ്റ്റിൽ പഠിപ്പിക്കുന്നതാണ്. സോ ഇന്നിപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് ഡിമാൻഡ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ലിക്വിഡിറ്റി ലെൻസ് വേണം, ആക്സസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടി നോക്കുക. ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് നോക്കുക. സോ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ വെബിനാറിന് ചേരാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ട്രേഡിംഗ് വ്യൂ പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇന്നൊരാൾ ചോദിച്ചതാണ്, ഹൈ ബ്രോ, ഹൗ ടു സീ ലിക്വിഡിറ്റി വോളിയം ഇൻ ഗ്രോ ആപ്പ്. ഇത് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ഇത് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് കോഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഒരുപാട് റിസർച്ചുകൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അത്രയും കുറേയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടൂള് നൈസ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ടൂളാണ്. അതിൻ്റെ ഒരു കോപ്പി റൈറ്റുള്ള ടൂളാണ്. സോ നമ്മളെ കയ്യിൽ മാത്രമേ ഈ ഒരു ടൂളുള്ളൂ. വേറെ എവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റില്ല. വേറെ ഒരു ആപ്പിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ല. ഇത് വർക്ക് ചെയ്യുക ട്രേഡിംഗ് വ്യൂവിൽ മാത്രമാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിയുന്ന ആളുകൾക്ക് ഈ ടൂൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ലിക്വിഡിറ്റി ലെൻസ് ആവശ്യമുള്ള ആളുകൾക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു ലാപ്ടോപ്പും ഒരു ട്രേഡിംഗ് വ്യൂ ബേസിക് നോളജുമാണ്. സോ അത്തരം ആളുകൾക്ക് നമുക്കിപ്പം സ്റ്റോക്കിലാണെങ്കിലും മുൻപ് സ്റ്റോക്കിൽ നമ്മൾ ഈ ലിക്വിഡിറ്റി ലെൻസ് വെച്ച് അനലൈസിസ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നമ്മളിപ്പോൾ എന്നും നടത്തുന്നുണ്ട്, ഓപ്ഷൻ ചാർട്ടിലും നമ്മൾ നടത്തുന്നുണ്ട്. സോ അത്തരത്തിലിപ്പോൾ ഓപ്ഷനിലൊക്കെ ചെറിയ സ്കാൽപ്പിങ്ങിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്, പ്രൊവൈഡഡ് ദാറ്റ് നമുക്ക് ആ ഒരു ബേസിക് നോളജ് ഉണ്ട് എന്നുള്ളത്. സോ ഇന്ന് എന്തുകൊണ്ട് ഇവിടുന്ന് ഒരു ബൗൺസ് വന്നു എന്നുള്ളതിൻ്റെ റീസൺ കൂടി ഞാൻ പറയാം. ഇവിടെ നടന്ന അതേ സംഭവം തന്നെ. ഇന്ന് രാവിലെ തന്നെ സെല്ലേഴ്സ് ആക്റ്റീവായി, അവർ മാർക്കറ്റിനെ പുഷ് ഡൗൺ ചെയ്തു. അവരെവിടുന്നാണ് പിന്നീട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക? അടുത്ത ലിക്വിഡിറ്റി സോൺ, അതായത് റെഡ് ഏരിയയിൽ നിന്ന്. ആ റെഡ് ഏരിയ എന്ന് പറയുന്നത് 661,000 ലിക്വിഡിറ്റി ഉള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയായാലും ഇന്ന് സെല് ചെയ്ത ഇൻട്രാഡേ സെല്ലേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സോ ആ ബുക്കിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ബൗൺസ്. ഏകദേശം 66% ബൗൺസ് കോൾ ഓപ്ഷനിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, പുട്ട് ഓപ്ഷനിലും നമുക്ക് എന്താ പറയുക ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ കോൾ ഓപ്ഷനിലും ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് വരുന്ന ബൗൺസുകൾ മാക്സിമം ഏത് വരെ പോകുക എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ലിക്വിഡിറ്റി അടുത്തൊരു ലിക്വിഡിറ്റി വരെയാണ് മാക്സിമം പോകുക എന്നുള്ളതാണ്. ലിക്വിഡിറ്റി ഉള്ള ആ ഒരു സ്വിങ്ങിലേക്കാണ് പോവുക, കണ്ടില്ലേ? അതുപോലെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ബൗൺസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. കറക്റ്റ് അടുത്ത ലിക്വിഡിറ്റി എവിടെയാണോ ആ പച്ച ഏരിയയിലുള്ള ലിക്വിഡിറ്റി 10 മില്യൺ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുവരെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. സോ അത്തരത്തിൽ ഒരു ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ് മാർക്കറ്റിൽ കൂടുതലായിട്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പം ട്രേഡിംഗ് വ്യൂ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പഠിക്കാവുന്നതുമാണ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത്തരം ടൂളുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ നമ്മൾ മുൻപൊക്കെ ഓരോ കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കേസിലൊക്കെ ആണെങ്കിൽ ടാറ്റ സ്റ്റീലാണോ, ക്യാംസിൻ്റെ കേസിൽ വളരെ വൃത്തിയായിട്ട് നമുക്കതിന് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഞാൻ സാന്ദർഭികമായിട്ട് കാണിച്ചു തരാണ് എങ്ങനെ അത് വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ വീക്കിലി ലിക്വിഡിറ്റിയിൽ എത്തുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, കണ്ടില്ലേ? ഇവിടെ നിന്നൊന്നും നമ്മൾ വാങ്ങിക്കില്ല, കാരണം ഇവിടെ സെല്ലിംഗ് പ്രഷർ കണ്ട സ്ഥിതിക്ക് തന്നെ നമുക്കറിയാം ഇനി ഇവിടെ നിന്നാണ് സപ്പോർട്ട് കിട്ടുകയെന്ന്. അപ്പോൾ എക്സാക്ട്ലി അവിടെ എത്തിയ സമയത്ത് ഈ ഒരു ബൗൺസ് വന്നിട്ടുണ്ട്. ഈ ഒരു ബൗൺസ് മാക്സിമം പോവുക ഇതുവരെയാണ് എന്നുള്ളതാണ്, 29%. സോ ഇത് സ്റ്റോക്കിലും ഇതുപോലെ സംഭവിക്കുന്നതാണ്, അതുപോലെ ഓപ്ഷൻ്റെ കേസിലാണ് സംഭവിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സി യു സൂൺ. ആർക്കെങ്കിലും ഈ ഒരു
ട്രേഡിംഗ് വ്യൂവിൻ്റെ കോഴ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ഓക്കെ, സി യു, ബൈ ബൈ.